ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈഫോയിഡ് ഫീവർ ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയാണ്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പനിയാണ് ഈ ടൈഫോയിഡ് എന്ന് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കുന്ന വഴി, അതേപോലെ തന്നെ വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുന്ന വഴി ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അത് ഈ ടൈഫോയിഡിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ടൈഫോയിഡ് ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം ഹൈ ഫീവർ ആണ്, അതായത് ശക്തമായ പനി അനുഭവപ്പെടുക. രണ്ടാമത്തേത് ചിൽസ്, ശരീരത്തിന് കുളിര് അനുഭവപ്പെടുക. മൂന്നാമത്തേത് ലോസ് ഓഫ് ആപ്പിറ്റേറ്റ്, വിശപ്പില്ലായ്മ അനുഭവപ്പെടുക. നാലാമത്തേത് സ്റ്റൊമക് പെയിൻ, വയറുവേദന ഉണ്ടാകുക. അഞ്ചാമത്തേത് റാഷസ് ഓൺ ചെസ്റ്റ് ആൻഡ് സ്റ്റൊമക്ക്, നെഞ്ചിലും അതേപോലെ തന്നെ വയറിലൊക്കെ ചെറിയ തടിപ്പുകൾ ഉണ്ടാകുന്നു. ആറാമത്തേത് കഫ്, ചുമ ഉണ്ടാകുന്നു. ഏഴാമത്തേത് മസിൽ ആക്നെ, മസിൽസുകൾക്കൊക്കെ വേദന അനുഭവപ്പെടുന്നു. എട്ടാമത്തേത് ഹെഡേക്ക്, തലവേദന ഉണ്ടാകുന്നു. ഒമ്പതാമത്തേത് നൊസിയ ആൻഡ് വോമിറ്റിംഗ്, ഓക്കാനിക്കാനും ഛർദ്ദിക്കാനൊക്കെ വരുന്നു. പത്താമത്തേത് ഡയേറിയ, വയറിളക്കം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ടൈഫോയിഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി ടൈഫോയിഡ് ഫീവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ഏതാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും വൈഡാൽ ടെസ്റ്റാണ് ഇതിനായിട്ട് ലാബുകളിൽ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ബ്ലഡ് സാമ്പിളാണ് നമ്മൾ നൽകേണ്ടത്. ഇത് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഉള്ളത്: വൈഡാൽ സ്ലൈഡ് ടെസ്റ്റും അതേപോലെ തന്നെ വൈഡാൽ ട്യൂബ് ടെസ്റ്റും. വൈഡാൽ സ്ലൈഡ് ടെസ്റ്റ് 1 മണിക്കൂറിനകത്ത് റിസൾട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ വൈഡാൽ ട്യൂബ് ടെസ്റ്റ് 24 മണിക്കൂറിന് ശേഷമാണ് റിസൾട്ട് ലഭിക്കുന്നത്. ഏകദേശം 100 മുതൽ 200 രൂപ വരെ വില വരുന്ന ബ്ലഡ് ടെസ്റ്റാണിത്.